അടുത്ത ടോപ്പിക്കാണ് ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ്. ഫാഗോസൈറ്റോസിസ് നടത്തുന്ന കോശങ്ങളെയാണ് ഫാഗോസൈറ്റുകൾ എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് പഠിച്ചു കഴിഞ്ഞു, ശ്വേതരക്താണുക്കളായിട്ടുള്ള മോണോസൈറ്റും അതുപോലെ തന്നെ ന്യൂട്രോഫിലിനുമാണ് എന്തിനുള്ള കപ്പാസിറ്റി ഉള്ളത്, രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കാനുള്ള കഴിവുള്ളത്. അതുകൊണ്ട് ഫാഗോസൈറ്റോസിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ആരെല്ലാം, മോണോസൈറ്റും അതുപോലെ തന്നെ ന്യൂട്രോഫിലും. താഴെ തന്നിട്ടുള്ളത് ഫാഗോസൈറ്റോസിസിൻ്റെ വിവിധ ഘട്ടങ്ങളാണ്. ഒരു രോഗാണു ഫാഗോസൈറ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ ഫാഗോസൈറ്റ് അതിൻ്റെ സ്ഥിരസഞ്ചിയിലേക്ക് ഈ രോഗാണുവിനെ ഉൾക്കൊള്ളും. പിന്നീട് ഈ ഫാഗോസൈറ്റിൻ്റെ ബോഡിയിൽ ധാരാളം ലൈസോസോമുകളുണ്ട്. ഈ ലൈസോസോമുകൾ ഈ സ്ഥിരസഞ്ചിയുമായിട്ട് കൂടിച്ചേരും. അങ്ങനെ ലൈസോസോമിലുള്ള ലൈസോസൈം എന്നുള്ള എൻസൈം രോഗാണുക്കളെ ശിഥിലീകരിച്ച് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഫാഗോസൈറ്റോസിസ് നടക്കുന്നത്. അടുത്ത ടോപ്പിക്കാണ് രക്തം കട്ടപിടിക്കൽ. ഈ രക്തം കട്ടപിടിക്കൽ എന്ന് പറയുന്നത് ഒരു പ്രതിരോധ പ്രവർത്തനമാണ്. നമുക്കറിയാം, നമ്മുടെ കയ്യിൽ ഒരു മുറിവുണ്ടായിക്കഴിഞ്ഞാൽ എന്താണ്, കുറച്ച് സമയം രക്തം നഷ്ടപ്പെടും. പിന്നീട് എന്താണ്, രക്തം പോവാറുണ്ടോ? ഇല്ലല്ലോ. അവിടെ രക്തം കട്ട പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് എന്ന് നമുക്ക് പഠിക്കാം. അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മുറിവേറ്റ ഭാഗത്തെ കലകളും അതുപോലെ തന്നെ അവിടെയുള്ള പ്ലേറ്റ്ലെറ്റുകളും ശിഥിലീകരിച്ച് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്ന ഒരു രാസാഗ്നി ഉണ്ടാകുന്നുണ്ട്. ഈ ത്രോംബോപ്ലാസ്റ്റിൻ നമ്മുടെ ശരീരത്തിലുള്ള പ്ലാസ്മയിലെ പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റും. എന്താണ് ചെയ്യുന്നത്? ത്രോംബോപ്ലാസ്റ്റിൻ നമ്മുടെ ശരീരത്തിലെ പ്ലാസ്മയിലെ പ്രോത്രോംബിനെ ത്രോംബിനായിട്ട് മാറ്റും. എന്തിൻ്റെ സഹായത്തോടു കൂടി? കാൽസ്യത്തിൻ്റെയും വിറ്റാമിൻ കെയുടെയും സഹായത്തോടു കൂടി ത്രോംബോപ്ലാസ്റ്റിൻ പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റും. ഈ ത്രോംബിൻ പിന്നീട് എന്താണ് ചെയ്യുന്നത്? അത് നമ്മുടെ ശരീരത്തിലുള്ള ഫൈബ്രിനോജനെ ഫൈബ്രിൻ നാരുകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ത്രോംബിൻ ഫൈബ്രിനോജനെ ഫൈബ്രിൻ നാരുകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ ഫൈബ്രിൻ നാരിന് വലക്കണ്ണികൾ രൂപപ്പെടുകയും അതുപോലെ തന്നെ ഈ വലക്കണ്ണികളിൽ നമ്മുടെ രക്തത്തിലുള്ള അരുണ രക്താണുക്കളും അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റുകളും തങ്ങി നിൽക്കുകയും അങ്ങനെ രക്തക്കട്ടയുണ്ടാവുകയും ചെയ്യും. ഇങ്ങനെയാണ് രക്തം കട്ടപിടിക്കൽ എന്നുള്ള പ്രവർത്തനം നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. അതുപോലെ തന്നെ രക്തം കട്ടപിടിക്കൽ എന്നുള്ള ഈ പ്രക്രിയ നമ്മുടെ ശരീരത്തിലുള്ള മുറിവിലൂടെയുള്ള രക്തം നഷ്ടപ്പെടാതിരിക്കാനും അതുപോലെ തന്നെ രോഗാണു പ്രവേശനം തടയാനും വളരെയധികം സഹായകമാകുന്നുണ്ട്. രക്തം കട്ടപിടിക്കുന്നതോടുകൂടി അവിടെ മുറിവുണങ്ങൽ എന്നുള്ള പ്രക്രിയ തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രക്തം കട്ടപിടിക്കൽ എന്ന് പറയുന്ന ഈ പ്രവർത്തനം മുറിവുണങ്ങൽ എന്നുള്ള പ്രക്രിയയുടെ ഒരു ആരംഭഘട്ടമാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത ടോപ്പിക്കാണ് ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം അഥവാ APTT. എന്താണ് APTT എന്ന് പറയുന്നത്? നമ്മുടെ ശരീരത്തിൽ നമുക്കറിയാം, നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു, രക്തം കട്ട പിടിക്കൽ എന്നുള്ള പ്രവർത്തനം നടക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിലൂടെ മുറിവുണ്ടാകുമ്പോൾ അതിലൂടെയുള്ള അമിത രക്തസ്രാവം എല്ലാം എന്താണ്, നിയന്ത്രിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥ ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ രക്തം കട്ട പിടിക്കൽ എന്നുള്ള പ്രവർത്തനം നമ്മുടെ ശരീരത്തിൽ നടന്നിട്ടില്ലെങ്കിൽ നമുക്കറിയാം, ഒരു ചെറിയ മുറിവ് പറ്റിയാൽ പോലും നമ്മുടെ ശരീരത്തിലൂടെ അനിയന്ത്രിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടാകുന്നതിന് കാരണമാകും. അതിനുള്ള കാരണം പരിശോധിക്കുന്ന ടെക്സ്റ്റാണ് എന്ത്, APTT എന്ന് പറയുന്നത് അഥവാ ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം. രക്തസാമ്പിളിൽ പ്രത്യേക റിയേജൻറ്റുകൾ ചേർക്കുകയും അതുപോലെ തന്നെ എത്ര സെക്കൻഡ് കൊണ്ട് രക്തം കട്ടപിടിക്കുന്നു എന്ന് കണ്ടെത്തുകയുമാണ് ഈ പരിശോധനയിൽ പ്രധാനമായിട്ട് നടക്കുന്നത്. ഈ പരിശോധനയുടെ സാധാരണ മൂല്യം എന്ന് പറയുന്നത് 30 മുതൽ 40 സെക്കൻഡാണ്. അഥവാ ഈ ടെസ്റ്റ് നടത്താനുള്ളൊരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 30 മുതൽ 40 സെക്കൻഡ് വരെ. ഈ ടൈമിനുള്ളിൽ നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടും. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളുടെ അളവും പ്രവർത്തനവും ഈ പരിശോധന വഴി അറിയാൻ കഴിയും. അപ്പോൾ എന്താണ് ഇതിനു കൊണ്ടുള്ളൊരു പ്രയോജനം എന്ന് പറയുന്നത്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളുടെ അളവും അതുപോലെ തന്നെ അവയുടെ പ്രവർത്തനവും ഈ പരിശോധന വഴി നമുക്ക് അറിയാൻ കഴിയും. സാധാരണ മനുഷ്യരിൽ മുറിവുണ്ടാകുമ്പോൾ എത്ര സമയമാണ്? 2 മുതൽ 7 മിനിറ്റ് വരെ രക്തസ്രാവം ഉണ്ടാകും.
2 മുതൽ 7 മിനിറ്റ്, അത് നോട്ട് ചെയ്ത് വെക്കണം. സാധാരണ നോർമലി ഒരു മുറിവുണ്ടാകുമ്പോൾ 2 മുതൽ 7 മിനിറ്റ് വരെ രക്തസ്രാവം ഉണ്ടാവും. 8 മുതൽ 15 മിനിറ്റിനുള്ളിൽ അവിടെ രക്തം കട്ട പിടിക്കുകയും. അടുത്ത ടോപ്പിക്കാണ് മുറിവുണങ്ങൽ. മുറിവുണങ്ങൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു വീങ്ങൽ പ്രതികരണം, അതുപോലെ തന്നെ രക്തം കട്ട പിടിക്കൽ. ഇവയ്ക്ക് ശേഷമുള്ളൊരു ഘട്ടമാണ് മുറിവുണങ്ങൽ എന്ന് പറയുന്നത്. മുറിവുണ്ടാകുമ്പോൾ നമുക്കറിയാം അവിടെ നാശമായതും നഷ്ടപ്പെട്ടു പോയ കലകൾക്ക് പകരം അതേപോലെയുള്ള കലകളാണ് രൂപപ്പെടുന്നതെങ്കിൽ അവിടെ ആ മുറിവടയാളം ഒരിക്കലും അവശേഷിക്കില്ല. ആ മുറിവടയാളം അവിടെ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ടാവും. എന്നാൽ ചില കേസുകളിൽ ഇവിടെ അതേപോലെയുള്ള കലകൾ രൂപപ്പെടുത്താനാവാത്ത സമയങ്ങളിൽ അവിടെ യോജക കലകൾ ആ മുറിവുണക്കും. എന്താണ് പറയുന്നത്? സാധാരണ മുറിവുണ്ടാവുന്ന സമയങ്ങളിൽ അവിടെ അതേപോലെയുള്ള ആ മുറിവ് ഉള്ള ഭാഗത്തെ കലകളുടെ അതേ രൂപത്തിലും ഭാവത്തിലുമുള്ള കലകളാണ് അവിടെ രൂപപ്പെടുന്നതെങ്കിൽ അവിടെ ആ മുറിവടയാളം അവശേഷിക്കില്ല. എന്നാൽ ചില സമയങ്ങളിൽ അതേപോലെയുള്ള കലകളെ പകരം രൂപപ്പെടുത്താനാവാത്തപ്പോൾ അവിടെ യോജക കലകളാണ് ആ മുറിവുണക്കുക. അപ്പോഴെന്താണ്? അവിടെ ആ മുറിവടയാളം അവശേഷിക്കും. മുറിവിലൂടെയുള്ള അണുബാധ മുറിവുണങ്ങൽ സാവധാനത്തിലാക്കുകയാണ് ചെയ്യുന്നത്. അതായത് മുറിവേറ്റ സമയങ്ങളിൽ അവിടെ അണുബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ആ മുറിവുണങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ ശക്തമായ രോഗപ്രതിരോധ സംവിധാനം മുറിവുണങ്ങൽ എന്ത് ചെയ്യും? വേഗത്തിലാക്കും. അത് രോഗാണുബാധയുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യും. ഇനി അടുത്ത ടോപ്പിക്കാണ് പനി എന്താണ്? ഒരു പ്രതിരോധ പ്രവർത്തനമാണ് അല്ലേ? നമുക്കറിയാം നമ്മളൊരു പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പനിയെ ഒരു രോഗമായിട്ടാണ് കാണുന്നത്. എന്നാൽ പനി എന്ന് പറയുന്നത് എന്താണ്? അതൊരു രോഗലക്ഷണമാണ്. അപ്പോൾ എന്താണ്? നമുക്ക് പനിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ സാധാരണ, അതായത് നോർമൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസിലാണ്. അത് ഫാരൻഹീറ്റിൽ പറയുകയാണെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. നോട്ട് ചെയ്ത് വെക്കണം. നോർമൽ ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ്, ഫാരൻഹീറ്റിലാണെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റാണ്. ശരീര താപനില സാധാരണ നിലയിലും ഉയരുന്ന അവസ്ഥയാണ് പനി എന്ന് പറയുന്നത്. അഥവാ 37 ഡിഗ്രി സെൽഷ്യസിലേക്ക് മുകളിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ അതെന്താണ്? അത് പനി എന്നൊരവസ്ഥയിലേക്ക് എത്തി. ഇനി പനിയെക്കുറിച്ച് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പനി ഉണ്ടാകുന്നത് എന്ന് നമുക്ക് പഠിക്കാം. നമ്മുടെ ബോഡിയിലേക്ക് രോഗാണുക്കൾ പ്രവേശിക്കുകയാണ്. ഇങ്ങനെ രോഗാണുക്കൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഈ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ ധാരാളം വിഷവസ്തുക്കൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ വിഷവസ്തുക്കൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ന്യൂസ് ആർക്ക് കിട്ടും? നമ്മുടെ ശരീരത്തിലുള്ള ശ്വേതരക്താണുക്കൾക്ക് കിട്ടും. ശ്വേതരക്താണുക്കൾക്ക് ഇതിൻ്റെ സാന്നിധ്യം പെട്ടെന്ന് അറിയാൻ കഴിയും. നമ്മുടെ ശരീരത്തിൽ രോഗാണുക്കൾ പ്രവേശിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വിഷവസ്തുക്കൾ ഇവ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ സാന്നിധ്യം ശ്വേതരക്താണുക്കൾ അറിയും. ശ്വേതരക്താണുക്കൾ അതേ സ്പോട്ടിൽ തന്നെ ഇവയ്ക്കെതിരെയായിട്ടുള്ള രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കും. ഈ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് എന്തിന് കാരണമാണ്? നമ്മുടെ ശരീര താപനില ഉയരാൻ കാരണമാവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ശരീര താപനില ഉയർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് രോഗാണുക്കളുടെ പെരുകൽ നിരക്ക് കുറയുകയും അതുപോലെ തന്നെ ഫാഗോസൈറ്റോസിസിൻ്റെ ഫലപ്രാപ്തി കൂട്ടുകയും ചെയ്യും. ഫാഗോസൈറ്റോസിസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? രോഗാണുക്കളെ വിഴുങ്ങുന്ന പ്രവർത്തനമാണ്. അപ്പോൾ ഈ രോഗാണുക്കളെല്ലാം വിഴുങ്ങുന്ന ഈ പ്രവർത്തന നിരക്ക് എന്താവും? കൂടും. അപ്പോൾ നമുക്കറിയാം നമ്മൾ പനി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ കൂടി, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വേഗം പാരസെറ്റമോൾ കഴിക്കും അല്ലേ? അല്ലെങ്കിൽ മറ്റു പനിയെ തളർത്തി കളയാനുള്ള, നമ്മുടെ ശരീരത്തിൽ വന്ന പനിയെ ഇല്ലാതാക്കാനുള്ള മരുന്നുകൾ കഴിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ പനി എന്താവും? നമ്മുടെ ശരീര താപനില കുറയും. ഇങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഈ രോഗാണുക്കൾ തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ ഈ രോഗാണുക്കൾ എന്ത് ചെയ്യും? പെരുകൽ നിരക്ക് കൂടുകയും നമ്മുടെ ഈ ഫാഗോസൈറ്റോസിസിൻ്റെ പ്രവർത്തന നിരക്ക് കുറയുകയും ചെയ്യും. അപ്പോൾ എന്താവും? ആ രോഗാണുബാധ കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ഉയർന്നു വരുന്നതിന് കാരണമാവുകയാണ് ചെയ്യുന്നത്. ഇവിടെ താഴെ ഒരു ബോക്സിൽ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. അതെന്താ? നമുക്ക് വായിച്ചു നോക്കാം. രോഗാണുബാധ നിയന്ത്രണാതീതമാകുന്ന സാഹചര്യങ്ങളിൽ താപനില ക്രമാതീതമായി ഉയർന്നേക്കാം. അപ്പോൾ താൽക്കാലിക ആശ്വാസത്തിനായി താപനില കുറയ്ക്കാനുള്ള മരുന്നുകൾ കഴിക്കാമെങ്കിലും പനിയുടെ യഥാർത്ഥ കാരണം കണ്ടെത്തി ചികിത്സിക്കുകയാണ് വേണ്ടത്. അതായത് ഇവിടെ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ രോഗാണുബാധ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിന് കാരണമാകും? താപനില ഉയരുന്നതിന് കാരണമാകും. അപ്പോൾ നമ്മൾ ആ താപനില കുറയ്ക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നതിന് പകരം
ആ രോഗാണുബാധയ്ക്ക് അതിൻ്റെ കാരണം കണ്ടെത്തുകയാണ് വേണ്ടത്. അതിൻ്റെ കാരണം കണ്ടെത്തി ആ രോഗാണുക്കൾക്കെതിരെയുള്ള ഒരു മരുന്നുകൾ കഴിക്കുകയാണ് വേണ്ടത്. അതാണ് ഈ ബോക്സിൽ പറയുന്നത്. അതുപോലെ തന്നെ ദീർഘസമയം താപനില ഉയർന്നു നിൽക്കുന്നത്, നമ്മുടെ ശരീരത്തിൽ കൂടുതൽ സമയം ബോഡി ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്തിന് വളരെയധികം ദോഷകരമായി ബാധിക്കും? മസ്തിഷ്കത്തെയും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ആന്തരികാവയവങ്ങളെയും എല്ലാം സാരമായിട്ട് ബാധിക്കാൻ കാരണമാവും. രോഗാണുക്കളുടെ സവിശേഷതകൾ പരിഗണിക്കാതെ എല്ലാ രോഗാണുക്കൾക്കെതിരെയും ഒരേ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനം നടത്തും. ബി ലിംഫോസൈറ്റുകൾ 3 രീതിയിലാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന ആൻറ്റിജനുകളെ നശിപ്പിക്കുന്നത്. അവ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യത്തെ രീതി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ബാക്ടീരിയകളുടെ കോശസ്തരത്തെ ശിഥിലീകരിച്ച് അവയെ നശിപ്പിക്കും. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ആൻറ്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കും. മൂന്നാമത്തെ രീതിയാണ് നമ്മുടെ ശരീരത്തിലുള്ള മറ്റു ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിച്ച് രോഗാണുക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടി അവയ്ക്കുള്ള നിർദ്ദേശം നൽകും. ഇവയെല്ലാം ചെയ്യുന്നത് ആരാണ്? ബി ലിംഫോസൈറ്റുകളാണ്. ഇനി ടി ലിംഫോസൈറ്റുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ടി ലിംഫോസൈറ്റുകൾ മറ്റ് പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കും. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ആൻറ്റിജനുകളെ നശിപ്പിക്കുന്നതിന് വേണ്ടി മറ്റ് പ്രതിരോധ കോശങ്ങൾക്ക് എന്ത് ചെയ്യും? അതിനുള്ള നിർദ്ദേശം നൽകും. അതുപോലെ തന്നെ വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുക. അതുപോലെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നതും ആരാണ്? ടി ലിംഫോസൈറ്റുകളാണ്. ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ലിംഫോസൈറ്റുകൾ ആൻറ്റിജനുകളെ നശിപ്പിക്കുന്നതിന് വേണ്ടി എന്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? പ്രോട്ടീൻസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ പ്രോട്ടീൻസ് ആണ് എന്ത്? ആൻറ്റിബോഡികൾ എന്ന് പറയുന്നത്. ഈ ആൻറ്റിബോഡികളെയാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവ ആൻറ്റിബോഡികളാണ്. ഈ ആൻറ്റിബോഡികൾ എന്ത് ആകൃതിയിലാണ് കാണപ്പെടുന്നത്? വൈ ആകൃതിയിലാണ് കാണപ്പെടുന്നത്. വൈ ആകൃതിയിൽ കാണപ്പെടുന്ന പ്രോട്ടീനാണ് എന്ത്? IG, അതായത് ഇമ്മ്യൂണോഗ്ലോബുലിൻ. ഇതിൻ്റെ അറ്റങ്ങളിൽ ആൻറ്റിജനുകളെ ബന്ധിപ്പിക്കുന്ന പ്രത്യേക ഭാഗങ്ങളുണ്ട്. ഈ ഭാഗങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഈ ഭാഗങ്ങൾ ഓരോ ആൻറ്റിജനെയും പ്രത്യേകം തിരിച്ചറിഞ്ഞ് അവയെ ട്രാപ്പ് ചെയ്ത് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. IgA, IgD, IgE, IgG, IgM എന്നിങ്ങനെ 5 തരത്തിലുള്ള ഇമ്മ്യൂണോഗ്ലോബുലിനാണ് പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. അടുത്ത ടോപ്പിക്കാണ് ലിംഫും പ്രതിരോധവും. ലിംഫ് രക്തത്തിൽ നിന്നാണ് രൂപപ്പെടുന്നത്. എന്നാൽ ഈ ലിംഫ് രക്തത്തിലേക്ക് തന്നെയാണ് പുനരാഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. ഈ ലിംഫ് എങ്ങനെയാണ് പ്രതിരോധ സംവിധാനം നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ലിംഫിൽ ധാരാളം ലിംഫോസൈറ്റുകളുണ്ട് അല്ലേ? ഈ ലിംഫോസൈറ്റുകളുടെ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ നമ്മളിപ്പോൾ മുകളിൽ പഠിച്ചു കഴിഞ്ഞു. ഇവ രോഗകാരികളായ ബാക്ടീരിയകളെ ലിംഫ് നോഡിലും സ്പ്ലീനിലും വെച്ച് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ടോപ്പിക്കാണ് പ്രതിരോധവൽക്കരണം. പ്രതിരോധവൽക്കരണം എന്ന് നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്കൊരു പ്രശസ്തയായ ഒരു വ്യക്തിയെക്കുറിച്ച് പഠിക്കാനുണ്ട്. ആരാണത്? എഡ്വേർഡ് ജെന്നർ. എഡ്വേർഡ് ജെന്നർ എന്ന് പറയുന്നത് ഒരു പ്രശസ്തമായ ഇംഗ്ലീഷ് ഡോക്ടറാണ്. അവരെ നമ്മുടെ ഇന്നത്തെ പ്രതിരോധ കുത്തിവെപ്പ് സംവിധാനമെല്ലാം കൊണ്ടുവന്ന ആരാണ്? എഡ്വേർഡ് ജെന്നറാണ്. ആധുനിക പ്രതിരോധ കുത്തിവെപ്പിന് തുടക്കം കുറിച്ചതാരാണ്? എഡ്വേർഡ് ജെന്നറാണ്. ഗോവസൂരി രോഗം ബാധിച്ചവർക്ക് വസൂരി രോഗം ബാധിക്കുന്നില്ല എന്ന് ആര് നിരീക്ഷിച്ചു? എഡ്വേർഡ് ജെന്നർ നിരീക്ഷിച്ചു. അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം 8 വയസ്സുള്ള ഒരു ആൺകുട്ടിയിൽ ഗോവസൂരി രോഗയിൽ നിന്നുള്ള പഴുപ്പ് ശേഖരിച്ച് ആ കുട്ടിയിലേക്ക് കുത്തിവെച്ചു. പിന്നീട് ആ കുട്ടിക്ക് ഗോവസൂരി രോഗം ഉണ്ടാവുകയും ആ രോഗം ഭേദമാവുകയും ചെയ്തു. എന്നാൽ പിന്നീട് 2 മാസത്തിന് ശേഷം അദ്ദേഹം ആ കുട്ടിയിൽ തന്നെ വസൂരി രോഗിയിൽ നിന്നുള്ള പഴുപ്പ് കുത്തിവെച്ചു. എന്നാൽ ആ കുട്ടിക്ക് എന്തുണ്ടായില്ല? വസൂരി രോഗം ബാധിച്ചില്ല. അങ്ങനെയാണ് അദ്ദേഹം എന്ത് മനസ്സിലാക്കിയത്? ഗോവസൂരി രോഗം ബാധിച്ചവർക്ക് എന്ത് ബാധിക്കുന്നില്ല? വസൂരി രോഗം ബാധിക്കുന്നില്ല എന്ന് അദ്ദേഹം നിരീക്ഷിച്ചത്. ജെന്നറുടെ ഗോവസൂരി പ്രയോഗത്തെ അനുസ്മരിച്ച് പശു എന്ന അർത്ഥം വരുന്ന ലാറ്റിൻ വാക്കായ വാക്കയിൽ നിന്നാണ് ഇന്നത്തെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വാക്സിനേഷൻ എന്ന പേര് നൽകപ്പെട്ടത്. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞ് അവിടെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കാലതാമസം വന്നു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക? രോഗാണുക്കൾ ശരീരത്തിൽ പെരുകുകയും വ്യാപിക്കുകയും ചെയ്യും. അങ്ങനെ രോഗാണുവിൻ്റെ ആക്രമണം മുന്നിൽ കണ്ടുകൊണ്ട് പ്രതിരോധ കോശങ്ങളെ നമ്മുടെ ശരീരത്തിൽ സജ്ജമാക്കി വെക്കുന്ന കൃത്രിമ മാർഗമാണ് എന്ത്?
പ്രതിരോധവൽക്കരണം അഥവാ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. കൃത്രിമ പ്രതിരോധവൽക്കരണത്തിനായി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് വാക്സിനുകൾ എന്ന് പറയുന്നത്. വാക്സിനുകളിൽ ജീവനുള്ളതോ മൃതമാക്കപ്പെട്ടതോ നിർവീര്യമാക്കപ്പെട്ടതോ ആയ രോഗാണുക്കൾ അല്ലെങ്കിൽ നിർവീര്യമാക്കപ്പെട്ട വിഷവസ്തുക്കൾ, രോഗകാരികളുടെ കോശഭാഗങ്ങൾ ഇവയിൽ ഏതെങ്കിലും ഒരു ഘടകമായിരിക്കും വാക്സിനുകളിൽ ഉപയോഗിക്കുന്നത്. ഈ വാക്സിനുകൾ എന്താണ് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത്? ഇവ പ്രതിരോധ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ആൻറ്റിജനുകളായി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ വാക്സിനുകൾ നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെച്ച് കഴിഞ്ഞാൽ ഇവയ്ക്കെതിരെ നമ്മുടെ ബോഡി എന്തുണ്ടാക്കും? ഇവ ആൻറ്റിജനുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്, നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ എന്താവും? ഇവയ്ക്കെതിരെ ആൻറ്റിബോഡികൾ നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കും. ഈ ആൻറ്റിബോഡികൾ യഥാർത്ഥ രോഗകാരികൾ നമ്മുടെ ശരീരത്തെ ആക്രമിക്കുമ്പോൾ എന്തു ചെയ്യും? ഈ ആൻറ്റിബോഡികൾ ആ ആൻറ്റിജനുകൾക്കെതിരെ പെട്ടെന്നുള്ള പ്രവർത്തനത്തിന് ഏകോപിപ്പിക്കുകയും ചെയ്യും. അതാണ് വാക്സിനുകൾ നമ്മുടെ ശരീരത്തെ മുൻകൂട്ടി സജ്ജമാക്കുകയാണ് ചെയ്യുന്നത്. രോഗാണുബാധയുണ്ടാകുമ്പോൾ അവയ്ക്കെതിരെ പ്രതികരിക്കാനായിട്ട് മുൻകൂട്ടി സജ്ജമാക്കി വെക്കുകയാണ് വാക്സിനുകൾ ചെയ്യുന്നത്. അടുത്ത ടോപ്പിക്കാണ് ആയുർവേദം ഇന്ത്യയുടെ സ്വന്തം. ഇതിൽ ആയുർവേദ ചികിത്സയെക്കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷനാണ് നൽകിയിട്ടുള്ളത്. ഇന്ത്യയിൽ ഉദയം ചെയ്ത ലോക പ്രശസ്ത ചികിത്സാ രീതിയാണ് ആയുർവേദം. നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തോടു കൂടിയും അതുപോലെ തന്നെ കാര്യക്ഷമതയോടുകൂടിയും നിലനിർത്തിക്കൊണ്ടു പോകണമെങ്കിൽ നമുക്കറിയാം, നമ്മൾ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കണം അല്ലേ? അപ്പോൾ ഈ പ്രകൃതിയിൽ നിന്നുള്ള സസ്യജന്തുജന്യമായ വസ്തുക്കൾ ഔഷധമായി ഉപയോഗിക്കലാണ് എന്തിൽ ചെയ്യുന്നത്? ആയുർവേദ ചികിത്സാ രീതിയിൽ ചെയ്യുന്നത്. അടുത്തത് വിവിധ ചികിത്സാ രീതിയെക്കുറിച്ചാണ് പറയുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓരോ പ്രദേശത്തെ ജീവിത രീതി, സംസ്കാരം, അവിടെ ലഭ്യമായ പ്രകൃതി വിഭവങ്ങൾ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഓരോ സ്ഥലങ്ങളിലും ചികിത്സാ രീതികൾ രൂപപ്പെട്ടിട്ടുള്ളത്. സിദ്ധവൈദ്യം, പഞ്ചകർമ്മ, യുനാനി, പ്രകൃതി ചികിത്സ ഇവയെല്ലാം എന്താണ്? പാരമ്പര്യ ചികിത്സാ രീതികളാണ്. ജർമ്മൻ ഡോക്ടറായിരുന്ന സാമുവൽ ഹനിമാൻ മുന്നോട്ട് വച്ച ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി. അപ്പോൾ ഹോമിയോപ്പതി എന്ന ചികിത്സാ രീതി കൊണ്ടുവന്ന വ്യക്തിയാണ് ആര്? സാമുവൽ ഹനിമാൻ. അതുപോലെ തന്നെ പാരമ്പര്യ ചികിത്സാ രീതികളിൽ നിന്ന് വേറിട്ട രീതികൾ അവലംബിച്ച് ആധുനിക വൈദ്യശാസ്ത്രത്തിന് തുടക്കമിട്ടത് ആരാണ്? നമുക്കറിയാം, ഹിപ്പോക്രാറ്റസ് ആണ് അല്ലേ? ആധുനിക വൈദ്യശാസ്ത്രത്തിന് അടിത്തറ പാകിയത് ഗ്രീക്ക് വൈദ്യശാസ്ത്രജ്ഞനായ ഹിപ്പോക്രാറ്റസ് ആയിരുന്നു. രോഗങ്ങളുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങളെ തിരുത്തി രോഗകാരികൾ, രോഗനിർണയം, മരുന്നുകൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന ചികിത്സാ രീതിയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഇനി താഴെ നൽകിയിട്ടുള്ളത് ചില അത്യാധുനിക രോഗനിർണയ ഉപകരണങ്ങളും അവയുടെ ഉപയോഗവുമാണ്. ആദ്യം തന്നിട്ടുള്ളത് EEG ആണ്. EEG എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ എൻസെഫലോഗ്രാം. ഇത് മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. അടുത്തതാണ് ECG നമ്മളെപ്പോഴും കേട്ടിട്ടാണ് അല്ലേ? ECG മാറരുത്. EEG എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ എൻസെഫലോഗ്രാം. ECG എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ കാർഡിയോഗ്രാം. കാർഡിയോ എന്ന് പറഞ്ഞാൽ എന്തുമായി ബന്ധപ്പെട്ടാണ്? ഹൃദയവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഹൃദയപേശിയിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ECG. അടുത്തതാണ് അൾട്രാസൗണ്ട് സ്കാനർ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് ആന്തരികാവയവങ്ങളുടെ ഘടന മനസ്സിലാക്കാനാണ് ഈ അൾട്രാസൗണ്ട് സ്കാനർ യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് CT സ്കാനർ എൻ്റെ ഫുൾ ഫോമാണ് കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാനർ. ഇത് എല്ലാത്തിൻ്റെയും ഫുൾ ഫോം അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്, അങ്ങനെയും ചോദിക്കാറുണ്ട്. CT സ്കാനർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാനർ. ഇത് ഉപയോഗിക്കുന്നത് എക്സ്റേയുടെയും കമ്പ്യൂട്ടറിൻ്റെയും സഹായത്തോടെ ആന്തരികാവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കാനാണ് ഈ ഉപകരണം ഉപയോഗിക്കുന്നത്. അടുത്തതാണ് MRI എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. ഇത് ഉപയോഗിക്കുന്നത് ആന്തരികാവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കാനാണ്. ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഉപകരണമാണ് അല്ലേ? CT സ്കാനറിൻ്റെയും MRIയുടെയും രണ്ടിൻ്റെയും ഉപയോഗം സെയിം ആണ്. രണ്ടും ത്രിമാന ദൃശ്യങ്ങളാണ് ലഭ്യമാക്കുന്നത്. പക്ഷേ CT സ്കാനറിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഫോമാണ് MRI സ്കാനറിലുള്ളത്. അടുത്ത് നൽകിയിട്ടുള്ളത്
താഴെ ഒരു റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത്. ഒരു കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ഒരു വ്യക്തിയുടെ റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത്. അതിലുള്ള നോർമൽ വാല്യൂ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഇതിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് 12 to 70 gram ആണ് നോർമൽ വാല്യൂ എന്ന് പറയുന്നത്. നമ്മുടെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നോർമൽ വാല്യൂ 12 to 17 gram ആണ് പെർ 100 മില്ലി രക്തം. 100 മില്ലി ബ്ലഡിൽ 12 to 17 gram എന്ത് വേണം? ഹീമോഗ്ലോബിൻ വേണം. അടുത്ത് ശ്വേതരക്താണുക്കളുടെ എണ്ണമാണ്. അതായത് 5000 തൊട്ട് 10000 വരെ. 1 മില്ലി രക്തത്തിൽ 5000 തൊട്ട് 10000 വരെ ശ്വേതരക്താണുക്കൾ ആണ് നോർമൽ വാല്യൂ ആയിട്ട് കണക്കാക്കുന്നത്. അരുണ രക്താണുക്കൾ 45 ലക്ഷം മുതൽ 60 ലക്ഷം വരെ പെർ മില്ലി രക്തത്തിൽ. അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം 2.5 ലക്ഷം മുതൽ 3.5 ലക്ഷം വരെ പെർ മില്ലി രക്തത്തിൽ. അപ്പോൾ ഇതാണ് അതിൻ്റെ നോർമൽ വാല്യൂ. ഇതും ജസ്റ്റ് മെമ്മറൈസ് ചെയ്ത് വെക്കണം. ചികിത്സയിൽ രോഗനിർണയത്തോടൊപ്പം എന്തും കൂടി അനിവാര്യമാണ്? മരുന്നുകളും കൂടി അത്യന്താപേക്ഷിതമാണ്. മരുന്നുകൾ കഴിക്കാതെ നമുക്ക് രോഗം മാറില്ല, അല്ലേ? ഈ മരുന്നുകൾ കഴിച്ചാലേ നമുക്ക് രോഗം പൂർണ്ണമായി മാറ്റാൻ കഴിയുകയുള്ളൂ. എന്താണ് മരുന്നുകളിൽ ഉപയോഗിക്കുന്നത്? മരുന്നുകളിൽ ഉപയോഗിക്കുന്നത് സസ്യങ്ങൾ, ജന്തുക്കൾ, സൂക്ഷ്മജീവികൾ ഇവയിൽ നിന്നെല്ലാം വേർതിരിച്ചെടുക്കുന്ന പദാർത്ഥങ്ങൾ. അല്ലെങ്കിൽ എന്താ ഉപയോഗിക്കുന്നത്? പരീക്ഷണശാലകളിൽ കൃത്രിമമായി നിർമ്മിച്ചെടുക്കുന്ന രാസവസ്തുക്കളൊക്കെയാണ് എന്തിൽ എടുക്കുന്നത്? മരുന്നിലെ ഘടകങ്ങളായിട്ട് എടുക്കുന്നത്. അടുത്തതാണ് ആൻറ്റിബയോട്ടിക്കുകൾ. അടുത്ത ടോപ്പിക്കാണ് ആൻറ്റിബയോട്ടിക്കുകൾ. ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികളിൽ നിന്നും വേർതിരിച്ചെടുക്കുകയും ബാക്ടീരിയയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നതുമായ ഔഷധങ്ങളാണ് ആൻറ്റിബയോട്ടിക്കുകൾ എന്ന് പറയുന്നത്. ശരീരോപരിതലത്തിലും അതുപോലെ തന്നെ ശരീരത്തിനകത്തും പ്രയോഗിക്കാവുന്ന ഔഷധങ്ങളാണ് ആൻറ്റിബയോട്ടിക്കുകൾ. താഴെ നൽകിയിട്ടുള്ളത് ആൻറ്റിബയോട്ടിക് കണ്ടുപിടിച്ച ഒരു പ്രശസ്തനായ ഒരു വ്യക്തിയെക്കുറിച്ചാണ്. 1928 സർ അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് ആദ്യമായി ആൻറ്റിബയോട്ടിക് കണ്ടെത്തിയത്. അപ്പോൾ ആൻറ്റിബയോട്ടിക് കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. അദ്ദേഹം പെൻസിലിയം നൊട്ടേറ്റം എന്ന ഫംഗസിന് ബാക്ടീരിയകളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് അദ്ദേഹം ആദ്യമായി കണ്ടെത്തി. പിന്നീട് അതിൽ നിന്ന് മരുന്നുകളെല്ലാം കണ്ടുപിടിക്കാൻ വളരെയധികം കാലതാമസം വന്നിട്ടുണ്ട്. നമുക്കറിയാം, സ്ഥിരമായി ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അതിന് ദോഷഫലങ്ങളുണ്ടാവും. ഏതൊരു മരുന്നിനും അതിൻ്റേതായിട്ടുള്ള പാർശ്വഫലങ്ങളുണ്ട്. അപ്പോൾ സ്ഥിരമായി ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ചാൽ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക? താഴെ നൽകിയിട്ടുണ്ട്. സ്ഥിരമായ ഉപയോഗം രോഗാണുക്കൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരായ പ്രതിരോധ ശേഷി ഉണ്ടാക്കും. അതുപോലെ തന്നെ ശരീരത്തിലെ ഉപകാരികളായ ബാക്ടീരിയകളെ നശിപ്പിക്കും. അതുപോലെ ശരീരത്തിലെ ചില വിറ്റാമിനുകളുടെ അളവ് കുറയ്ക്കുകയും ചെയ്യും. ആൻറ്റിബയോട്ടിക്കുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? സ്ഥിരമായിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താവും? നമ്മുടെ ശരീരത്തിലുള്ള ഈ ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ അതിനെതിരെ പ്രതിരോധ ശേഷി രോഗാണുക്കൾ ഉണ്ടാക്കി വെക്കും. അതുപോലെ തന്നെ ശരീരത്തിലെ ഉപകാരികളായിട്ടുള്ള ബാക്ടീരിയകളെ നശിപ്പിക്കുന്നതിന് കാരണമാവുന്നുണ്ട്. അതുപോലെ വിറ്റാമിൻസിൻ്റെ എല്ലാ അളവ് കുറയ്ക്കുന്നതിനും കാരണമാകുന്നുണ്ട്? ആൻറ്റിബയോട്ടിക്കുകൾ കാരണമാകുന്നുണ്ട്. ഫംഗസുകളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആൻറ്റി ഫംഗൽ മരുന്നുകൾ. അതുപോലെ തന്നെ വൈറസുകളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആൻറ്റി വൈറൽ മരുന്നുകൾ. അപ്പോൾ ഫംഗസുകളെ ആൻറ്റി ഫംഗൽ മരുന്നുകളും അതുപോലെ തന്നെ വൈറസുകളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ആൻറ്റി വൈറൽ മരുന്നുകൾ. അടുത്ത ടോപ്പിക്കാണ് രക്തനിവേശനം. രക്തനിവേശനം എന്നുദ്ദേശിക്കുന്നത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രക്തം കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെയാണ് രക്തനിവേശനം എന്ന് പറയുന്നത്, അഥവാ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രക്തം കൈമാറ്റം ചെയ്യുക. ഇവിടെ താഴെ ഒരു നോട്ടീസ് ബോർഡ് നൽകിയിട്ടുണ്ട്. 18നും 60നും ഇടയിൽ പ്രായമുള്ളവർക്ക് രക്തം ദാനം ചെയ്യാം. 3 മാസത്തിലൊരിക്കൽ രക്തം ദാനം ചെയ്യാം. രക്തദാനം